അങ്ങനെ അത് സംഭവിച്ചു. കശുവണ്ടി ഇറക്കുമതി കേസിൽ അന്നത്തെ ചെയർമാനായിട്ടുള്ള ആർ ചന്ദ്രശേഖരൻ, രതീഷ് എന്നിവർക്കെതിരെ പ്രോസിക്യൂഷൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് കെട്ടിപ്പൊതിഞ്ഞ് സൂക്ഷിച്ച് കാക്കയ്ക്കും പരുന്തിനും കൊടുക്കാതെ വളർത്തിക്കൊണ്ട് വന്ന ചന്ദ്രശേഖരനെയാണ് ഈ സതീശൻ ഇങ്ങോട്ട് കയറിയ പുറകെ എടുത്ത് നേരെ കോടതിക്ക് മുന്നോട്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളിതിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ ലാവലിനേക്കാളും വലിയ അഴിമതി കേസാണെന്ന് തോന്നുന്നത്. വലിയ അഴിമതിയാണ് ഇത്. കടകംപള്ളി മനോജ്, അതായത് DCCയുടെ ഭാരവാഹിയായിരുന്നു കൊല്ലത്ത്. അദ്ദേഹമാണ് ഇതിൻ്റെ പിന്നാലെ എത്ര വർഷമായിട്ട് നിൽക്കുകയാണ്. 2008 തുടങ്ങിയ പോരാട്ടമാണ്. ആ മനുഷ്യന് സ്വന്തം പാർട്ടിയിൽ നിന്ന് ഒരുപാട് തിരിച്ചടി നേടേണ്ടി വന്നതുകൊണ്ട് തന്നെ ഉണ്ട്. സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാം INTUC എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പോഷക സംഘടനയാണെന്ന് പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസുമായിട്ട് യാതൊരു ബന്ധവുമില്ല, സ്വതന്ത്ര സംഘടനയാണ്. ഇവരെല്ലാവരും പറയും. മനസ്സിലാവാത്തൊരു കാര്യം, ഈ INTUCയുടെ ജില്ലാ ഭാരവാഹികൾ സംസ്ഥാന ഭാരവാഹികളായതിന് കോൺഗ്രസ് നേതാക്കന്മാരാണ്. തിരുവനന്തപുരത്ത് എനിക്ക് ഓർമ്മയുണ്ട്, പാലോട് രവിക്ക് ജില്ലാ പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞത് കോൺഗ്രസുമായിട്ട് ബന്ധമില്ല. ഇലക്ഷൻ എടുക്കുമ്പോൾ ചന്ദ്രശേഖരൻ സംഘം വന്ന് പറഞ്ഞാൽ INTUCക്ക് മതിയായ പ്രാതിനിധ്യം തരുന്നില്ല. പിന്നീട് അവർ തന്നെ പറയുന്നുണ്ട് ഇത് സംഘടനയ്ക്ക് കോൺഗ്രസുമായിട്ടൊരു ബന്ധമില്ല. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. പിണറായി വിജയൻ ഇരിക്കുന്നിടത്തോളം കാലം INTUC നേതാവായിരുന്ന ചന്ദ്രശേഖരന് യാതൊരു ഭയവും വേണ്ടായിരുന്നു. പക്ഷേ പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന നാളുകളിലാണ് ഹൈക്കോടതി കടുംപിടുത്തം പിടിക്കുന്നു. പ്രോസിക്യൂഷൻ അനുമതി ഇവർക്ക് കൊടുത്തേ തീരൂ, ഇവരെ പ്രോസിക്യൂട്ട് ചെയ്തേ തീരൂ എന്ന് നിർബന്ധമായിട്ടും ഹൈക്കോടതി ഉത്തരവിടുന്നതും എന്നിട്ടും അത് പാലിക്കാൻ തയ്യാറാകാതെ സർക്കാർ അനുമതി. പിണറായി സർക്കാർ വന്നിരുന്നു എങ്കിലും ഇത് സംഭവിക്കില്ലായിരുന്നു. ഉദ്യോഗസ്ഥനെ ബലിയോട് തന്നെ അയാളെ ജയിലിൽ കിടക്കേണ്ടത് പിണറായി സമ്മതിക്കില്ല. ഈ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് ഹനീഷ് കോടതിയിൽ പോകാതെ മുങ്ങി നടന്നു. അവസാനം സർക്കാർ മാറിയതിന് ശേഷമാണ് അദ്ദേഹം കോടതിയെ സമീപിക്കുന്നത്. കോടതി അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്നുള്ള നിർദ്ദേശം പറഞ്ഞല്ലോ. ചെന്നപ്പോഴത്തേക്ക് ബിജു എന്ന് പറയുന്ന ആളായി പ്രിൻസിപ്പൽ സെക്രട്ടറി. എന്തായാലും ജൂലൈ 2, അതായത് ഇന്ന് അന്തിമ അനുമതി കിട്ടിയിരിക്കണം എന്ന് കോടതി പറഞ്ഞു. ഇന്ന് മുഖ്യമന്ത്രി ഇതിന് അനുമതി കൊടുത്തുകൊണ്ട് എന്ന വിവരം കോടതി അറിയിച്ചിരിക്കുന്നു. ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന INTUC നേതാവ് അകത്തേക്ക് പോകുന്നു. പിണറായിയുടെ ഒക്കച്ചങ്ങായി ആയിരുന്നു. അത് ഏറ്റവും വലിയ അതിശയമാണ്. അതായത് എതിർപക്ഷത്തുള്ള ഒരു തൊഴിലാളി നേതാവിനെ സംരക്ഷിക്കാൻ വേണ്ടി പിണറായി വിജയൻ തൻ്റെ സകല പദവിയും കഴിവും. അത് ഇവരെല്ലാവരും തമ്മിൽ, എല്ലാ പാർട്ടിയിലെയും പല നേതാക്കന്മാരും തമ്മിൽ ഇത്തരത്തിലുള്ള ആവശ്യത്തെ കൂട്ടിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് അറിയാം ഇത് അന്തർധാരയെക്കാളും വലിയ അന്തർധാരയാണ്. കാരണം ഇവരുടെ പലരുടെയും മക്കൾ വിദേശ രാജ്യങ്ങളിൽ ഒരുമിച്ച് കച്ചവടം നടത്തുന്ന നേതാക്കന്മാരുണ്ടല്ലോ, അവർക്കും ഇതേ പ്രശ്നമുണ്ട്. നമ്മൾ ചർച്ചയ്ക്ക് വിളിച്ചാൽ പോലും, ഞാൻ ചർച്ചയ്ക്ക് വിളിച്ചാൽ മറ്റേ അയാളെക്കുറിച്ചാണ് വാർത്ത നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, വരാത്ത നേതാക്കന്മാരും രണ്ട് പാർട്ടിയിൽ. അതാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ കശുവണ്ടി അഴിമതിയിൽ ഇയാളെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ചത്. ആ സംരക്ഷണം പക്ഷേ സതീശന് കൊടുക്കാൻ സാധിച്ചില്ല. എന്നാൽ സതീശനെ കുപ്പിയിൽ ഇറക്കാൻ ചന്ദ്രശേഖരൻ പലവിധ മന്ത്രവാദ മായാജാല പ്രകടനങ്ങൾ നടത്തി വരെ കൊണ്ടുവന്ന് വിരിച്ചു. അദ്ദേഹം ചെന്നില്ല. INTUCയുടെ യോഗം വിളിച്ച് സതീശനെ മാത്രമായിട്ട് അനുമോദിക്കാൻ, എന്നിട്ട് സതീശനൊപ്പം വേദിയിലേക്ക് നടന്നു കയറാനൊക്കെയുള്ള സംവിധാനം അദ്ദേഹം റെഡിയാക്കി വെച്ചിരുന്നു. പക്ഷേ ഇയാളെ വിറ്റ കാശ് സതീശൻ്റെ പോക്കറ്റിലുണ്ട്. സതീശൻ വളരെ ബുദ്ധിപൂർവ്വം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിൽ നിന്ന് മാത്രമല്ല, ഇതിൽ നിന്ന് ചന്ദ്രശേഖരന് എതിരെ അനുമതി കൊടുത്തു. ഇപ്പോൾ എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് നീക്കം എന്ന് ചോദിച്ചാൽ, ചന്ദ്രശേഖരൻ ഇപ്പോൾ ഇനി രാജിവെച്ചേ പറ്റൂ. INTUCയുടെ തിരുവനന്തപുരത്ത് പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടെന്ന് ഇനി ചന്ദ്രശേഖരൻ രാജിവെച്ചില്ലെങ്കിൽ അടുത്ത ഒരു INTUC ഇവിടെ KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ ഉദയം ചെയ്യാൻ പോവുകയാണ്. അല്ല, അത് അവർക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പലപ്പോഴും INTUC പ്രസിഡന്റിനൊക്കെ നിയോഗിക്കണം ദേശീയ നേതൃത്വമാണല്ലോ. അവരുടെ അടുത്ത് പറഞ്ഞാൽ പോലെ ദേശീയ പ്രസിഡന്റ് പേര് സഞ്ജീവ് റെഡ്ഡി, അങ്ങനെ എന്തോ ഒരാളാണല്ലോ, ഒരു പ്രായമുള്ളവൻ. ഈ കശുവണ്ടി അഴിമതി കേസിൻ്റെ ഒരു നാൾ വഴിയുണ്ട്. അത് പ്രേക്ഷകർക്ക് അതിനെക്കുറിച്ച് ഈ തോട്ടണ്ടി ഇറക്കുമതി എന്ന് കേട്ടിട്ടുള്ളൂ. പക്ഷേ ഒന്ന് ആലോചിക്കണം, ഈ കേസ് അന്വേഷിച്ചിട്ടുള്ള, ഈ തോട്ടണ്ടി ഇറക്കുമതിയിൽ അഴിമതി നടന്നു എന്നുള്ള കേസ് അന്വേഷിച്ചിട്ടുള്ള മുഴുവൻ ഏജൻസികളും, ഇത് ഹർജി വന്ന എല്ലാ കോടതികളും, സുപ്രീം കോടതി അടക്കം ഈ അഴിമതിക്കാരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറഞ്ഞെങ്കിലും ഏറ്റവും അവസാനം ഒറ്റ കടമ്പയിലാണ് തട്ടി നിന്നത് പിണറായി വിജയൻ. ഈ വലിയ അഴിമതിക്കാരെ സംരക്ഷിച്ചത് പിണറായി വിജയൻ എന്ന് പറയുന്ന അതിനേക്കാൾ വലിയ അഴിമതിക്കാരൻ. കൊള്ളത്തലവനായതുകൊണ്ട് തന്നെ മറ്റു കൊള്ളക്കാരെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കും. എപ്പോഴും ഈ പിണറായിയെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധനോ മര്യാദക്കാരനോ എന്നുള്ളതൊന്നും അവരുടെ മുമ്പിൽ ഗുഡ് ബുക്കിലുള്ളവരല്ല, അവർ മോശക്കാരാണ്. അറിഞ്ഞൂടാത്തവരെന്ന് പറയില്ല. ഈ അഴിമതി നടന്നു എന്ന് കണ്ടെത്തിയത് സംസ്ഥാന കേന്ദ്ര ഏജൻസികളുടെ പേര് നമുക്ക് നോക്കാം. ഇതിനകത്ത് അഴിമതി കണ്ടത് സംസ്ഥാന നിയമസഭാ സമിതി, സംസ്ഥാന ധനകാര്യ വകുപ്പ്, വ്യവസായ വകുപ്പ്, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ CAG, റിയാബ്, ഇവർ 11 റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഈ റിയാബിൻ്റെ 11 റിപ്പോർട്ടിലുണ്ട്. അതുപോലെ ഹൈക്കോടതി നിയോഗിച്ച എക്സ്പേർട്ട് കമ്മിറ്റി അഴിമതി കണ്ടു എന്ന് സ്ഥിരീകരിച്ച അന്വേഷണ ഏജൻസികളാണ്. സംസ്ഥാന വിജിലൻസ്
ആ സംസ്ഥാന വിജിലൻസിലെ CI ആയിരുന്ന ഇൻസ്പെക്ടറായിരുന്ന ജ്യോതികുമാറാണ് അത് കണ്ടെത്തിയത്. അതിൻ്റെ പേരിൽ അയാളെ കള്ളക്കേസിൽ കുടുക്കി, അയാളെ ഒരു വഴിക്കാക്കി, അയാളെ പ്രൊമോഷൻ തടഞ്ഞു വെച്ചു. അയാളെ ഒരു വിധത്തിൽ പിണറായി സർക്കാർ ദ്രോഹിച്ചൊരു മൂലയ്ക്ക് കൊണ്ടിരുത്തി. ഇപ്പോഴും അദ്ദേഹത്തിന് അവകാശപ്പെട്ട പ്രൊമോഷൻ കൊടുത്തിട്ടില്ല. സതീശൻ്റെ സർക്കാർ കൊടുക്കുമെന്ന് നമുക്കൊരു പ്രതീക്ഷയില്ല. കാരണം പിണറായി സർക്കാരിൻ്റെ തുടർച്ചയാണ് സതീശൻ്റെ സർക്കാർ. എല്ലാ കാര്യത്തിലും ഇല്ലെങ്കിലും അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ആദ്യമായിട്ട് ഇതിൽ ഒരു നടപടി വന്നെങ്കിലും വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവരെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അത് മുന്നോട്ട് പോകുമ്പോൾ, ചില ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരിക്കലും സത്യസന്ധര ഉദ്യോഗസ്ഥന്മാരെ ഓടിച്ച് നോക്കാറില്ല. ഡോക്ടർ ബി അശോകൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ മറ്റേ നമ്മുടെ പ്രശാന്ത് നാരായണത്തിൽ നമുക്കറിയാം. അപ്പോൾ ഈ സംസ്ഥാന വിജിലൻസ് CBIയുടെ അഴിമതി വിരുദ്ധ വിഭാഗം കൊച്ചി യൂണിറ്റ്, അപ്പോൾ ഇവരുടെ കണ്ടെത്തൽ എന്താണെന്ന് വെച്ചാൽ ഇതിനെല്ലാവരും പ്രഥമ ദൃഷ്ടിയ അഴിമതിക്ക് തെളിവുണ്ടെന്നും ഇവർ വിചാരണ നേരിടാമെന്നാണ്. എനിക്ക് തോന്നുന്നത് കർത്ത ചെയ്തതുപോലെ എല്ലാവർക്കും ഉള്ള ഒരു പങ്ക് കൊണ്ട് കൊടുത്തതാണ്. 500 കോടി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല, അന്തക്കാരത്താണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് 500 കോടി. ഈ കേസ് പരിഗണിച്ച കോടതികൾ ഇതൊക്കെയാണ്: ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തിരുവനന്തപുരം, ഹൈക്കോടതി, സുപ്രീം കോടതി. അപ്പോൾ ഇത്രയും കോടതികളും പറഞ്ഞു ഇവർ അന്വേഷണം. ഈ മനോജ് കടാമ്പള്ളി ആ മനുഷ്യന്റെ അവസ്ഥ അയാൾ ഇതിന് പുറകെ പോയി, കോടതി കയറി ഇറങ്ങാന്ന്. അതെ. അപ്പോൾ ഇത്രയും പേര് പറഞ്ഞു. അപ്പോൾ എന്നിട്ടും പിണറായി വിജയന്റെ ഒരു കോടതിയുണ്ട്, അദ്ദേഹം ആ കോടതിയിൽ സ്വന്തമായിട്ട് പാർട്ടി പോലീസും കോടതി ഉണ്ടെന്ന് പണ്ട് അവകാശപ്പെട്ടു. അതായത് 2008 LDF ഭരണകാലം മുതൽ 2014 വരെ, അത് 2014 UDF സർക്കാർ ഏജൻസികൾക്ക് നിരവധി പരാതി നൽകിയിട്ടും പരാതി നൽകിയിട്ടും അഴിമതി പുറത്തു കൊണ്ടുവരാൻ നടപടിയായില്ല. ഈ ചന്ദ്രശേഖരൻ ചെയർമാൻ ആവുന്നതിന് മുമ്പ് തന്നെ ഈ രതീഷ് അതിന്റെ MD ആയിരുന്നു എന്നൊരു സംശയിക്കേണ്ടിയിരിക്കുന്നു. അതെ. അപ്പോൾ 2006 മുതൽ ആണ് ക്രമക്കേട് നടക്കുന്നത്. ഇതിനെക്കുറിച്ച് 11 റിപ്പോർട്ടുകൾ കോടതികളിൽ സമർപ്പിക്കപ്പെട്ടു. തുടർന്ന് IASന്റെ ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ ഹൈക്കോടതി നിയോഗിച്ചു. അവരും അഴിമതി നടന്ന റിപ്പോർട്ട് കൊടുത്തു. ധനകാര്യ വകുപ്പ് സെക്രട്ടറി CBI അന്വേഷണവും വ്യവസായ സെക്രട്ടറി വിജിലൻസ് അന്വേഷണവും ശുപാർശ ചെയ്തു. അങ്ങനെ സംസ്ഥാന വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിച്ചു. അത് അട്ടിമറിക്കാൻ വേണ്ടിയായിരുന്നു അന്വേഷിപ്പിച്ചത്. പക്ഷേ ഇതിൽ അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്തു? ഇതിനകത്ത് അഴിമതി പുറത്തു കൊണ്ടുവന്നു. അദ്ദേഹമാണ് ശരിക്കും, ഈ ജ്യോതികുമാർ എന്ന് പറയുന്ന ഇൻസ്പെക്ടറാണ് ശരിക്കും ഈ അഴിമതി പൂർണ്ണമായും പുറത്തു കൊണ്ടുവന്ന് CBI അദ്ദേഹത്തിൻ്റെ ആ റിപ്പോർട്ട് ടേക്കപ്പ് ചെയ്യുക മാത്രമല്ല, ഈ ഇന്റർനാഷണൽ ലെവലിൽ നടന്ന ഒരു പരിപാടിയാണ്, തട്ടിപ്പാണ്. സംസ്ഥാനത്തിന് പോലീസ് ദിവസം പുറത്തു കൊണ്ടുവന്നുള്ള പ്രത്യേകം ഓർക്കണം. ആ ഒരു മനുഷ്യനെയാണ് ഇവർ ഓടിച്ചിട്ട് ആക്രമിച്ചത്. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡിംഗ് ആയതുകൊണ്ട് CBI അന്വേഷണമാണ് ഉചിതമെന്ന് 2015 ഹൈക്കോടതി ഉത്തരവിടുന്നു. അങ്ങനെയാണ് CBI വരുന്നത്. അപ്പോഴത്തേക്ക് എന്ത് വെച്ചു? CBI ഈ വിജിലൻസിൻ്റെ ഫയലാണ് ഏറ്റെടുക്കുന്നത്. ഈ വിജിലൻസിൽ അന്വേഷിച്ച് ഏകദേശം കണ്ടെത്തിയതാണ് മൊത്തം. അങ്ങനെയാണ് ഈ CBI ഇത് അന്വേഷിക്കുന്നത്. അവരത് ക്രോസ് ചെക്ക് ചെയ്യുന്നു, വീണ്ടും അതിനെക്കുറിച്ചൊരു പഠനം നടത്തുന്നു. അങ്ങനെ ആ അഴിമതി നടന്നു എന്ന് അവർ കണ്ടെത്തി. 2020 തൊട്ട്, അതായത് രണ്ടാം പിണറായി സർക്കാർ വരുന്നതിന് മുമ്പ് തൊട്ട് ഈ പ്രോസിക്യൂഷൻ, ഈ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ചോദിച്ചുകൊണ്ട് CBI സർക്കാരിൻ്റെ പുറകെ നടക്കുക. ഒരു കാരണവശാലും അവർ കൊടുക്കുകയില്ല. അപ്പം തുടർന്ന് ക്രിമിനൽ നിയമപ്രകാരം CBI തിരുവനന്തപുരം CJM കോടതിയിൽ കുറ്റപത്രം ഫയൽ ചെയ്തു. കുറ്റപത്രം അവർ തയ്യാറാക്കി, അവർ കുറ്റപത്രം ഫയൽ ചെയ്തു. അതിനെതിരെ പ്രതികൾ തടസ്സഹർജി നൽകി. CJM കോടതി മുതൽ സുപ്രീം കോടതി വരെ പോയി. കോടതി പറഞ്ഞു വിചാരണ നേരിടണം. ചില ആൾ വെല്ലുവിളിക്കുക, ഞാൻ സുപ്രീം കോടതി വരെ പോയി കേസ് നടത്തുന്നു. ആ വിചാരണ നടപടികൾ CJM കോടതിയിൽ നിലനിൽക്കുകയാണ്. എന്നാൽ അഴിമതി നിരോധന നിയമം അനുസരിച്ച് കുറ്റപത്രം ഫയൽ ചെയ്യാൻ CBIക്ക് അനുമതി നൽകാത്തതിനെതിരെ കടകംപള്ളി മനോജ് 2021 ഹർജി നൽകി. അനുമതി നിഷേധിച്ചു സർക്കാർ. ഉത്തരവ് 2 തവണ അനുമതി നിഷേധിച്ച് സർക്കാർ ഉത്തരവ് 2 തവണ ഹൈക്കോടതി റദ്ദാക്കി. ഈ 3-ാം തവണയും അനുമതി നിഷേധിച്ച് കഴിഞ്ഞ വർഷം ഒക്ടോബർ 18 സർക്കാർ പിന്നെ ഉത്തരവ് ഇറക്കി. ഒരു കാരണവശാലും അനുമതി കൊടുക്കുകയില്ല. 2 തവണ കൊടുത്തു, 2 തവണ അവർ ഉത്തരവിറക്കി. ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതിയില്ല, ഒരു കാരണവശാലും അനുമതി നിഷേധിച്ചു. അദ്ദേഹം ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ചു, കടകംപള്ളി മനോജ്. അങ്ങനെ 3-മതൊരു തവണ കൂടി അവർ ഉത്തരവിറക്കി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഹൈക്കോടതി പറഞ്ഞ് ഇവർ പ്രോസിക്യൂഷൻ അനുമതി കിട്ടിയേ പറ്റൂ. ഇത് ഉത്തരവ് പാലിക്കാത്ത വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അല്ല, ആദ്യം ഹാജരാകാൻ പറഞ്ഞു. അപ്പോൾ അങ്ങേര് 2026 മെയ് 18 ഹാജരാകാനാണ് പറഞ്ഞത്. പക്ഷേ അയാൾ വന്നില്ല. അതിനു മുമ്പ് പ്രതികളായ ചന്ദ്രശേഖരൻ, രതീഷ് എന്നിവരെ പ്രോസിക്യൂട്ട് ചെയ്യാനും ഉചിതമായ തീരുമാനമെടുക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഈ മുഹമ്മദ് ഹനീഷ് എന്ന് പറയുന്ന വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി എടുത്ത് ദൂരെ കളഞ്ഞു. സുപ്രീം കോടതി കേസ് നിലനിൽക്കില്ലെന്നും
വേണമെങ്കിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുക്കാൻ ഈ കള്ളന്മാർക്ക് വേണ്ടി സർക്കാർ ചെലവിലാണ് കേസ് നടത്തുന്നത്. അത് കേൾക്ക്, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അപ്പീൽ കൊടുക്കാനും പറഞ്ഞാണ് സുപ്രീം കോടതി കേസ് ക്ലോസ് ചെയ്യുന്നത്. അങ്ങനെ ഡിവിഷൻ ബെഞ്ച് മുഹമ്മദ് ഹനീഷിൻ്റെ അപ്പീൽ ഈ കഴിഞ്ഞ ജൂൺ 15 തള്ളുന്നു. ജൂൺ 19 ഇയാൾ നേരിട്ട് ഹാജരാകാൻ പറയുന്നു. ഇയാൾ ചെല്ലുന്നില്ല. അപ്പോഴാണ് ഹൈക്കോടതി പറയുന്നത് അറസ്റ്റ് ചെയ്ത് വാറണ്ട് അയച്ച് അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരും എന്ന് പറയുന്നു. അങ്ങനെ കഴിഞ്ഞ 28-നാണെന്ന് തോന്നുന്നു, ജൂൺ 28 മറ്റുമാണ് അദ്ദേഹം കോടതി ഹാജരാകുന്നു. ഞാൻ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു, ഇദ്ദേഹമാണെന്ന് പറഞ്ഞു. മാപ്പപേക്ഷ എഴുതി കൊടുക്കുന്നു. അങ്ങനെ ജൂലൈ 2 എന്നൊരു ഡേറ്റ് ഹൈക്കോടതി മനസ്സിലാവൂലെന്ന് കോടതി ചോദിച്ചു. ജൂലൈ 2 എന്ന് പറഞ്ഞ് ഒരു അന്തിമ തീയതി വയ്ക്കുന്നു. ഈ തീയതിക്കുള്ളിൽ ഞങ്ങൾക്ക് അനുമതി കിട്ടിയിരിക്കണം എന്ന് ഹൈക്കോടതി ഉത്തരവിടുന്നു. അങ്ങനെ സതീശൻ പിന്നൊന്നും നോക്കിയില്ല, നേരെ അയാളെ ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷന് അനുമതി കൊണ്ടുള്ള ഫയലിൽ ഒപ്പിടുന്നു. ആ വിവരം ഹൈക്കോടതി അറിയിക്കുന്നു. ഇതിനിടയ്ക്കാണ് സതീശനെ വളയ്ക്കാനും ഒതുക്കാനും കുടുംബസമേതം പോയി കാണുന്നു. നിരന്തരം വി.ഡി. സതീശൻ എവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്നു അവിടെയെല്ലാം അദ്ദേഹം എഴുത്തിയാടി നിൽക്കുന്നുണ്ട്. അതുപോലെ ചുവന്ന പരവതാനി വിളിച്ച് സ്വീകരിക്കാൻ നോക്കി, നടന്നില്ല. അത് അടുത്ത് INTUC ജില്ലാ പ്രസിഡന്റുമാരെന്തോ ആദരിക്കാനോ എന്തോ ആ പരിപാടിയിൽ ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ ശ്രമിച്ചു, അത് നടന്നില്ല. ഓർക്കണം, 2000 കോടി രൂപയുടെ അഴിമതി, കശുവണ്ടി ഇറക്കുമതിയിൽ 500 കോടി രൂപയുടെ അഴിമതി നടന്നു എന്നാണ് ഇത് പറയുന്നത്. ഈ അഴിമതി നടന്നു എന്ന് ഈ രാജ്യത്തുള്ള ഇപ്പം നിലവിലുള്ള സകലമാന ഏജൻസികളും സകലമാന കോടതികളും സകലമാന എക്സ്പേർട്ട് കമ്മിറ്റികളും ഉത്തരവ് കണ്ടെത്തി ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്ന ഉത്തരവും വന്നു. പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന അഴിമതി സംരക്ഷകൻ, അഴിമതിക്കാരെ സംരക്ഷകൻ, എന്നിട്ടാണ് ഇയാൾ അഴിമതി വിരുദ്ധ പോരാട്ടം നയിക്കുന്നതെന്ന് പറയുന്നത്, ഈ ചന്ദ്രശേഖരനെ സഹായിച്ചു. എന്തുകൊണ്ടാവാം? ഒരു 5 പൈസയുടെ പ്രയോജനമില്ലാതെ ഒരിക്കലും പിണറായി വിജയനെ സഹായിക്കാൻ പോകും. എന്ത് ലോജിക്കാണ് അത്? വേറെ കാര്യമുണ്ട്. ഈ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും മന്ത്രിയായിരുന്ന രാജീവും പിണറായി വിജയന്റെ കയ്യും കാലും പിടിച്ചു പറഞ്ഞു നമ്മളെ നാറ്റിക്കുന്ന കേസാണ്, പണി പാളുവെന്ന് പറഞ്ഞു. പിണറായി വിജയൻ കൊടുത്തില്ല. കാരണം അതുപോലെ ഒരു ആത്മബന്ധം ഇവർ തമ്മിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അത് പണമാണോ മണലാണോ എന്താണോ ഒന്നും അറിയില്ല. വേറെ ശക്തികളുണ്ടല്ലോ, ഇവരൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വേറെ ശക്തികളുണ്ട്. ഇത് തൊഴിലാളി സ്നേഹമാണോ? തൊഴിലാളി സ്നേഹമാണെങ്കിൽ സ്വന്തം തൊഴിലാളി എളമരം കരീമിന്റെ CITU ഉണ്ട്, അതിനെ അങ്ങ് സ്നേഹിച്ചാൽ പോരെ. ഈ INTUC മൊത്തത്തിലുള്ള ഒരു കൂട്ടുകച്ചവടമാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ചന്ദ്രശേഖരന്റെ സംരക്ഷണം പിണറായിയുടെ ഒപ്പം നമ്മൾ കഴിഞ്ഞ ചർച്ച ചെയ്ത 67 വയസ്സായ രതീഷ് ഇപ്പോഴും സർക്കാരിനെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, അയാൾ സേവിക്കുന്ന 2 സ്ഥാപനങ്ങളുടെയും അധ്യക്ഷനാണ് മുഖ്യമന്ത്രി. അതെ, ഖാദി ബോർഡിന്റെ മെമ്പർ സെക്രട്ടറി ആയിട്ടും റൂട്രോണിക്സിന്റെ MD ആയിട്ടും ഇത് രണ്ടിന്റെയും ചെയർമാൻ മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ. വി.ഡി. സതീശൻ ഇനിയും ചെയ്യേണ്ട ഒരു കാര്യം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ രണ്ടിടത്തു നിന്നും ഈ അണ്ടിക്കൊള്ളക്കാരനെ ഇറക്കി വിടുക. അയാൾ പ്രോസിക്യൂഷൻ നേരിടാൻ പോവുകയാണ്. അയാളെ കോടതി ശിക്ഷിക്കാൻ പോവുകയാണ്. കാരണം ശിക്ഷിക്കാൻ ആവശ്യമായ സകല തെളിവുണ്ട്. ഇത്രയും ഒക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ കോടതികളും പറഞ്ഞു നിങ്ങൾക്കെതിരെ പ്രോസിക്യൂഷൻ വിചാരണ നേരിടണം. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തിനു പേടിക്കുന്നു? ഇത്രയും കാലം ഓടിയില്ലേ, പിണറായി സംരക്ഷിച്ചില്ലേ? പിണറായി വിജയൻ അവരെ സംരക്ഷിച്ചു. കോടതിയെ നേരിടാമായിരുന്നല്ലോ, കോടതി പോയി കേസ് നടത്താമായിരുന്നല്ലോ. എന്തായാലും INTUCക്കും ഇങ്ങനൊരു നേതാവിനെ ഇനി ആവശ്യമില്ല. ഇയാളെ ഒന്നുകിൽ INTUCക്കാരെടുത്ത് കളയും, അല്ലെങ്കിൽ പുതിയ INTUC ഇപ്പോൾ ഓൾറെഡി ഇയാളുടെയൊക്കെ നേതൃത്വത്തിൽ പുതിയ ശരത്ചന്ദ്ര പ്രസാദും ഒക്കെ കൂടി പുതിയൊരു നിയോഗിക്കാൻ കൊണ്ടുവരണം. എന്താണെങ്കിലും ഒരു കാര്യം മനസ്സിലായി, സകലമാന അഴിമതികളും കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ നടന്നു. ആ എല്ലാ അഴിമതിക്കാരെയും കള്ളന്മാരെയും ക്രിമിനലുകളെ കൊലപാതകളെയും പെണ്ണുപിടിയന്മാരെയും സംരക്ഷിച്ച ഇതുപോലൊരു സർക്കാർ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതില് കൊച്ചു തിരുത്തലുകൾ വി.ഡി. സതീശൻ വരുത്തുന്നുണ്ട്. മുഴുവൻ തിരുത്തുമെന്ന് നമുക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലത്തെ നേഴ്സുമാരുടെ സമരത്തിൽ അനുകൂല തീരുമാനം എടുക്കുമായിരുന്നു. ആ തീരുമാനം ഉണ്ടായില്ല. വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു പാവം വിധവ അവരുടെ മകനും ചേർന്ന് കണ്ണീരോട് നൽകിയ ഒരു നിവേദനം സ്വീകരിക്കുമായിരുന്നു. അതുപോലെ തന്നെ പല ഉദ്യോഗസ്ഥരെയും ഈ ടോപ്പിൽ കൊണ്ടുവന്ന് വയ്ക്കുകയില്ലായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. എന്താണെങ്കിലും ശരി, ഇത്രയെങ്കിലുമൊക്കെ ചെയ്തതിൽ ജനങ്ങളുടെ ഒരു കയ്യടി വി.ഡി. സതീശന് ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ സല്യൂട്ടിന് അർഹനാണ്. എ ബിഗ് സല്യൂട്ട്.